ഇന്ത്യയെ തന്നെ നടിക്ക് ഒരു കൊലപാതകമാണ് ഇപ്പോൾ ഹണിമൂൺ കൊലപാതകം എന്ന വാർത്ത. എന്തൊക്കെ സംഭവിച്ചാലും യാതൊരു തെളിവുമില്ലാതെ താൻ ഭംഗിയായി കൊലപാതകം നടത്തി. ഇനി ആരും തന്നെ കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു മുഖ്യ പ്രതികളായ സോനം രഘുവംശിയും കാമുകനായ രാജ് കുഷ്വാഹും. 2 വർഷം മുമ്പ് ജോലി സ്ഥലത്ത് വെച്ചാണ് സോനം രഘുവംശി രാജ് കുഷ്വാഹയും പരിചയപ്പെടുന്നത്. അന്ന് സോനത്തിന് 23 വയസ്സും ഈ ചെറുപ്പക്കാരനാവട്ടെ 18 വയസ്സുമാണ്. സോനത്തിന്റെ അച്ഛൻ ഇൻഡോറിലെ പ്രമുഖ പ്ലൈവുഡ് വ്യാപാരിയായിരുന്നു. വർഷത്തില് കോടികൾ വരുമാനമുള്ള ഇദ്ദേഹം അസുഖബാധിതനായതോടുകൂടിയാണ് മകൻ ബിസിനസ് ഏറ്റെടുത്തത്. 2023 സോനം രഘുവംശിയും സഹോദരന്റെ സ്ഥാപനത്തിൽ HR ആയി ജോലിക്കെത്തുന്നത്. ഈ സമയത്ത് കമ്പനിയിലെ ബില്ലിംഗ് വിഭാഗത്തിൽ സൂപ്പർവൈസർ ആയിരുന്നു രാജ് കുഷ്വ. ജോലി സ്ഥലത്തുള്ള ഇരുവരുടെയും പരിചയം പതുക്കെ പ്രണയത്തിലേക്ക് മാറുകയായിരുന്നു. പക്ഷേ പരസ്യമായി ഇവർ ഒന്നും തന്നെ ആരോടും കാണിച്ചിരുന്നില്ല. തന്നെക്കാൾ 5 വയസ്സ് കൂടുതലുള്ള സോനത്തെ ചേച്ചി എന്നാണ് രാജ് കുഷ്വ ഓഫീസിലൊക്കെ വിളിച്ചിരുന്നത്. പിന്നീട് മൊബൈൽ വഴി ബന്ധങ്ങൾ തുടർന്നു. ഒരുപാട് മണിക്കൂറുകളാണ് പിന്നീട് ഇവർ തമ്മിൽ ഫോണുകളിൽ സംസാരം തുടങ്ങിയത്. കൊല്ലപ്പെട്ട രാജ രഘുവംശിയും കുടുംബവും ഇൻഡോറിലെ പ്രമുഖ ബിസിനസ്സുകാരനായിരുന്നു. ഈ വ്യക്തിയാണ് സോനത്തെ വിവാഹം ചെയ്തിരുന്നത്. ഇക്കഴിഞ്ഞ മെയ് 11 ആഡംബരപരമായി ഇരുവരുടെയും വിവാഹം നടന്നത്. എന്നാൽ വിവാഹം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഭാര്യയ്ക്ക് തന്നെ താല്പര്യമില്ലെന്ന് രാജ രഘുവംശി അമ്മയോട് പരാതിപ്പെട്ടിരുന്നു. ഇതോടെ അമ്മ മരുമകളോട് കാര്യം തിരക്കി. എന്നാൽ ഓഫീസിലെ ജോലി തിരക്ക് കാരണമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒഴിവുകഴിവുകളൊക്കെ പറഞ്ഞു നീങ്ങുകയായിരുന്നു. പിന്നാലെ ഭർത്താവുമായി സോനം കൂടുതൽ സംസാരിക്കാനും തുടങ്ങി. കാരണം എന്നാലേ ഭർത്താവിനെയും കൊണ്ട് സോനം മേഘാലയയിലേക്ക് ഹണിമൂണിന് പ്ലാൻ ചെയ്യാൻ പറ്റും. അങ്ങനെ വിവാഹം കഴിഞ്ഞ് 3-ാം ദിവസം തന്നെ ഭർത്താവിനെ കൊലപ്പെടുത്താനുള്ള പദ്ധതികൾ സോനവും കാമുകനും ചേർന്ന് ആസൂത്രണം ചെയ്തു. മെയ് 16-ാം തീയതി മാത്രം സോനവും കാമുകനും 6 മണിക്കൂറോളമാണ് ഫോണിൽ സംസാരിച്ചിരുന്നത്. ഈ സംഭാഷണത്തിലാണ് കൊലപാതകത്തിന്റെ മിക്ക കാര്യങ്ങളും ആസൂത്രണം ചെയ്തത്. മെയ് 17-ാം തീയതി രാജ് കുഷ്വ തന്റെ പഴയകാല സുഹൃത്തുക്കളും വാടക കൊലയാളികളുമായ ആകാശ് രാജ് ഗുപ്ത, വിശാൽ സിംഗ്, ആനന്ദ് കുർമി എന്നിവരെ നേരിട്ട് കണ്ടു. ആദ്യം 4 ലക്ഷം രൂപയ്ക്കായിരുന്നു കൊട്ടേഷൻ നൽകിയിരുന്നത്. എന്നാൽ സോനം 20 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്യുകയായിരുന്നു. തുടർന്ന് കൊട്ടേഷൻ ഉറപ്പിക്കുകയും ചെയ്തു. മേഘാലയയിൽ ഹണിമൂൺ ആഘോഷിക്കുന്നതിനിടെയാണ് ഇൻഡോർ സ്വദേശിയായ രാജ രഘുവംശിയെയും ഭാര്യ സോനത്തെയും മെയ് 23 മുതൽ കാണാതായത്. തുടർന്ന് ഇവർ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനം ഒരിടത്ത് ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത്. പിന്നാലെ ദിവസങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ഈസ്റ്റ് കാസി ഹിൽസിലെ മലയിടുക്കിൽ നിന്ന് രാജ രഘുവംശിയുടെ മൃതദേഹം കണ്ടെടുത്തു. എന്നാൽ ഭാര്യ സോനം രഘുവംശിയെ അപ്പോഴും കണ്ടെത്താനായിരുന്നില്ല. പ്രാഥമിക പരിശോധനയിൽ തന്നെ രാജ രഘുവംശിയുടേത് കൊലപാതകമാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയിരുന്നു. ഇതിനിടെ 3 പേർ ദമ്പതിമാരെ പിന്തുടരുന്നത് കണ്ടതായി ഒരു ടൂറിസ്റ്റ് ഗൈഡ് നൽകിയ മൊഴിയും നിർണായകമായി. സംഭവത്തിൽ തുടക്കം മുതലേ പോലീസിന് സോനം രഘുവംശിയെ സംശയവുമുണ്ടായിരുന്നു. ഇതിനിടെ യുവതി കൊലയാളികളായ 3 പേരുമായി സംസാരിക്കുന്നതിന്റെ ചില CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. പിന്നാലെ സോനത്തിന്റെ മൊബൈൽ ഫോൺ വിവരങ്ങൾ പരിശോധിച്ചതോടെ രാജ് കുഷ്വ എന്നയാളുമായി യുവതി അടുപ്പത്തിലാണെന്നും വിവരം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇതോടെയാണ് സോനം രഘുവംശിയെ പിടികൂടാനായി ഓപ്പറേഷൻ ഹണിമൂൺ എന്ന പേരിൽ ജൂൺ 7-ാം തീയതി മുതൽ മേഘാലയ പോലീസ് വിപുലമായ അന്വേഷണം ആരംഭിച്ചത്. രാജ രഘുവംശിയെ കൊലപ്പെടുത്തിയ കേസിൽ ഭാര്യ സോനം, കാമുകൻ രാജ് കുഷ്വ എന്നിവരുൾപ്പെടെ 5 പേരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാമുകനോടൊപ്പം സന്തോഷമായി ജീവിക്കാൻ വേണ്ടിയായിരുന്നു ഭർത്താവിനെ കൊലപ്പെടുത്തിയത്. എന്നാൽ ഇതോടുകൂടി ഇവരുടെ ജീവിതം തന്നെ ഇപ്പോൾ മാറി മറിഞ്ഞിരിക്കുകയാണ്. സുഖമായി കഴിയുന്ന ഇവർ ഇപ്പോഴിതാ ജയിലിനുള്ളിൽ അഴിയെണ്ണിക്കൊണ്ടിരിക്കുകയാണ്.